ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആപ്റ്റോപ്പ്. ഇന്നത്തെ വീഡിയോ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് HD ക്വാളിറ്റിയിലും ഒരു പ്രീമിയം ലുക്കിലും നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പോസ്റ്റേഴ്സും മേക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഒരു യൂട്യൂബ് തംബ്നെയിലോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് പ്രൊമോട്ടിംഗ് പോസ്റ്ററോ അങ്ങനെ തരത്തിലുള്ള എല്ലാ പോസ്റ്റേഴ്സും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ HD ക്വാളിറ്റിയിൽ തന്നെ മേക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബ്രൗസറിൽ കയറുക. നമ്മുടെ ക്രോമിലാണ് ക്രോമിലാണ് കയറുന്നത്. ഓക്കെ, ക്രോമിൽ കയറിയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ canva.com. ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേരാണ് canva.com. ഇത് ചിലവർക്കെങ്കിലും അറിയുമെന്ന് വിചാരിക്കുന്നു, കാരണം അത് മൊബൈൽ ആപ്ലിക്കേഷനായിട്ട് ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കാർഡ് കാണാം. അതിൽ കയറിയ മൊബൈൽ ആപ്ലിക്കേഷനിലെ ക്യാൻവയും നിങ്ങൾക്ക് കാണാം, പക്ഷേ അതിൽ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ നിന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് തരത്തിലുള്ള പോസ്റ്റേഴ്സാണ് നിങ്ങൾക്ക് മേക്ക് ചെയ്യേണ്ടത് വെച്ചാൽ അത് ജസ്റ്റ് സെർച്ച് ചെയ്യാം. ഞാൻ ഇവിടെ സെർച്ച് ചെയ്ത് യൂട്യൂബിൻ്റെയാണ്. യൂട്യൂബിൽ കണ്ട തംബ്നെയിൽ അതേപോലെ ബാനർ പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, ഓരോ കാറ്റഗറി ഉണ്ട്. നിങ്ങൾക്ക് ഏത് പോസ്റ്റാണോ സ്റ്റോറിയാണോ ഇത്തരത്തിലുള്ള എല്ലാ കാറ്റഗറിയിലും കാണുന്നുണ്ട്. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കാം. യൂട്യൂബിൻ്റെ ഒരു തംബ്നെയിൽ മേക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തും. ഇതിൽ നിങ്ങൾക്ക് കാണാം, ധാരാളം ടെംപ്ലേറ്റ്സ് കാണാം. ഓക്കെ, കണ്ടല്ലേ, ഇതൊക്കെ ടെംപ്ലേറ്റ്സ് ആണ്. ഇതൊക്കെ നമുക്ക് എടുത്ത് എഡിറ്റ് ചെയ്ത് നമ്മളെ തരത്തിലുള്ള ഫോട്ടോസ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെ കസ്റ്റം ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്, കസ്റ്റം ഇമേജസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓപ്ഷനിൽ ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് ആ ഓപ്ഷനിൽ കയറുക. അത് കയറി കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനുള്ള ചോയ്സാണ്. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ഓരോ ടെംപ്ലേറ്റ്സ് എടുത്തിട്ടും നമ്മളെ രീതിയിലുള്ള ടെക്സ്റ്റും ഇമേജസും വരെ നമുക്കിതിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് അതിൽ ഈ ടെംപ്ലേറ്റ്സ്. ഇഷ്ടം പോലെ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഈ ഒരു ടെംപ്ലേറ്റ്സിൽ നമുക്ക് കുറേ മാറ്റം വരുത്തി കഴിഞ്ഞാൽ പുതിയതായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ കിട്ടും. കണ്ടില്ലേ, എത്ര നല്ല നല്ല ടെംപ്ലേറ്റ്സ് കാണാനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ക്ലൗഡ് ആയിട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻവ മൊബൈലിലും ഉണ്ട്. ആ ഒരു മൊബൈലിലത്തെ ക്ലൗഡ് ഞാൻ കണ്ടില്ല, ഇത് മൊബൈലിലൊക്കെ എഡിറ്റ് ചെയ്ത പിക്ചേഴ്സാണ്. അത് കണ്ടോ ഇതിൽ കിട്ടുന്നത്. ഞാൻ അതിലേക്ക് സൈൻ ചെയ്ത കാരണം നമ്മളെ മൊബൈലിലും രണ്ടും കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ക്ലൗഡ് പോലെ നമുക്ക് യൂസ് ചെയ്യാം. മൊബൈലിൽ എഡിറ്റ് ചെയ്ത ഒരു സംഭവം ഡയറക്റ്റ് ഈ ഒരു ക്ലൗഡ് വഴി നമുക്ക് ഈ ഈ ക്യാൻവയുടെ വെബ്സൈറ്റിലും കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്യണം, പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതിൽ തന്നെ അപ്ലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്ലോഡ്, അതിൽ ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ വന്നില്ലേ, അതുപോലെ വരും. അപ്പോൾ നമുക്ക് അതിൽ ഇഷ്ടമുള്ള പിക്ചേഴ്സ് നമ്മൾ ഡിവൈസിന് സെലക്ട് ചെയ്തിട്ട് സ്ക്രീനിലോട്ട് ഇടാം. ഇത് അതിലെ പിക്ചേഴ്സാണ്. നിങ്ങൾക്ക് ഇതിൽ ഏത് പിക്ചേഴ്സ് വേണമെങ്കിലും ഇഷ്ടമായത്, തംബ്നെയിൽസിന് ഇഷ്ടമായത്, ഇപ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്ട്സിന് വേണ്ടത് നമുക്ക് ഇതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഓരോരോ ഐക്കൺസ്, നമ്മൾ തംബ്നെയിലിൽ ആവശ്യമായിട്ടുള്ള കുറേ ഐക്കൺസ്, സ്ക്വയർ, അതുപോലെ ഷേപ്പുകൾ, അത്തരത്തിലുള്ള ഓരോ ഇമോജീസ്, മൂവിങ് ഇമോജീസ് എല്ലാം ഇതിൽ ലഭ്യമാണ്. കാഴ്ച ഒക്കെ ഫ്രീ ആണ് കേട്ടോ, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ കാര്യമാണ് മെയിനായിട്ട് പറയാനുള്ളത്. കാരണം എല്ലാ തരത്തിലുള്ള ഫോണ്ടുകളോട് കൂടിയും കളേഴ്സോട് കൂടിയുള്ള ടെക്സ്റ്റ് ഇതിൽ ലഭ്യമാണ്. ഫ്രീ തന്നെ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിലൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ടെംപ്ലേറ്റ്സ് എടുക്കാൻ പോവാണ്. ഓക്കെ, ഇതിലെടുക്കുന്ന ടെംപ്ലേറ്റ്സ് ക്യാൻവയുടെ ഒരു വാട്ടർമാർക്ക് ഉള്ളത് കൊണ്ടാണ് ഞാനിത് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വേറൊരു ടെംപ്ലേറ്റ്സ് സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തു. ഇതിൽ കണ്ടില്ലേ, നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാം. അതിൻ്റെ നിങ്ങൾക്കറിയാം, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് മാറ്റിയിട്ട് നമ്മുടേതായ വീടുകളൊക്കെ, ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് എൻ്റെ ചാനൽ നെയിമാണ് ചെയ്യുന്നത്. ചാനൽ നെയിം ചെയ്യുകയാണ്. അപ്പോൾ അതേ ടെക്സ്റ്റിൽ വരും. പക്ഷേ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് മാറ്റുന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഏത് തരത്തിലുള്ള ടെക്സ്റ്റാണോ വേണ്ടത് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇതിൽ ഇമ്പോർട്ട് ചെയ്യാവുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഹായ് എന്ന് എഴുതി കണ്ടില്ലേ ഞാൻ, അതുപോലത്തുള്ള ടെക്സ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ നമ്മളിഷ്ടത്തിലുള്ള സൈസ് അനുസരിച്ചിട്ട് നമുക്കിതിനെ വലുതാക്കാം. അത് നിങ്ങൾക്ക് അറിയാം,
യൂഷ്വൽ നമ്മൾ എല്ലാ ഇതിൽ ചെയ്യുന്ന പോലെ സൈസ് ഇതാക്കാം. അതുപോലെ തന്നെ ഒരു ഓപ്ഷനാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട്, അതായത് തംബ്നെയിൽസിനൊക്കെ പറ്റിയ ഒരു ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു പേപ്പർ ഇങ്ങനെ ചുരുട്ടിയുള്ള, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കരിക്കിൻ്റെ ഒക്കെ ഓരോ തംബ്നെയിൽസൊക്കെ ഇതുപോലെയാണ് ഉണ്ടാവാറ്. അപ്പോൾ അത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിൽ ഫ്രീ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട്സ് നിങ്ങളുടെ സബ്ജക്റ്റിനനുസരിച്ച് സെർച്ച് ചെയ്തിട്ട് മുകളിൽ സെർച്ച് ബാർ ഉണ്ട്, അതിൽ സെർച്ച് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇമോജീസും ഇഷ്ടം പോലെ ഉണ്ട്, എനിമൽസിൻ്റെ ആയിക്കോട്ടെ എല്ലാത്തിൻ്റെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വർക്കൊക്കെ ഫിനിഷ് ആക്കുന്ന റൈറ്റ് ടോപ്പിലുള്ള ഡൗൺലോഡ് ബട്ടൺ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലോഡിങ്, ജസ്റ്റ് 2 സെക്കൻഡ്സ് 5 സെക്കൻഡ്സ് ലോഡിങ്ങിലൂടെ നിങ്ങളുടെ ഇമേജ് ഡൗൺലോഡ് ആവുന്നതാണ്. ഓക്കെ, PNG ഫോർമാറ്റിലാവും. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് തരത്തിലുള്ള പോസ്റ്ററാണ്, അപ്പോൾ ഒരു തംബ്നെയിലാണെങ്കിൽ അതിൻ്റെ സൈസിലായിരിക്കും ഇത് ഡൗൺലോഡ് ആവുന്നത്. ഓക്കെ, അതൊരു വലിയ ഒരു ബെനിഫിറ്റാണ്. നമുക്ക് സൈസ് പിന്നീട് ചേഞ്ച് ചെയ്യുമൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഡെമോ എന്നുള്ള രീതിയിൽ കാണിച്ചെന്നുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ ഗൈസ്, താങ്ക് യു.